നമസ്കാരം. മയക്കുമരുന്ന് മാഫിയകളെ പൂട്ടാൻ രമേശ് ചെന്നിത്തല ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും ഗംഭീരമായി തന്നെ നടക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ ചില പോരാളി വാസുമാർ പ്രചരിപ്പിക്കുന്ന ചില ക്യാപ്സ്യൂളുകൾ കാണാനിടയായി. അതാണ് നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നോക്കൂ, രമേശ് ചെന്നിത്തലയുടെ സമയത്ത് ഒരുപാട് ആളുകളെ, ഒരുപാട് ലഹരി മാഫിയകളെ പൂട്ടുന്നു, ലഹരി മാഫിയകൾക്ക് ഇപ്പോ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഈ സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായും നല്ലത് തന്നെ. അതായത് ലഹരി മാഫിയകളെ തുടച്ചു നീക്കേണ്ടതുണ്ട്. അത് ഏത് സർക്കാർ നടത്തിയാലും അതിനെ നമ്മൾ പിന്തുണക്കുക തന്നെ ചെയ്യും. കാരണം ലഹരി മാഫിയകൾ എന്ന് പറയുന്നത്, മയക്കുമരുന്ന് മാഫിയകൾ എന്ന് പറയുന്നത് വലിയ വിപത്ത് തന്നെയാണ്. യുവതലമുറയെ പോലും ഇല്ലാതാക്കുന്ന, നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന വലിയ ക്യാൻസർ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അത് ഈ സർക്കാരിന്റെ സമയത്ത് മാത്രമാണ് നടക്കുന്നത് എന്ന അവകാശവാദം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്തായാലും ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് നല്ല ഗംഭീരമായി തന്നെ ഇവിടെ എന്തായാലും പോലീസ് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 1442 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തത്. 1559 പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. 1.13 കിലോഗ്രാം MDMA-യും 111.58 കിലോഗ്രാം കഞ്ചാവും അതുപോലെ തന്നെ 931 കഞ്ചാവ് ബീഡികളും ഒക്കെ പിടിച്ചെടുത്തതായിട്ടുള്ള വളരെ വളരെ ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ പെരുമ്പാവൂരിലൊക്കെ നടത്തിയ റെയ്ഡ് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. തർക്കമൊന്നുമില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു മികച്ച ഒരു പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ പോകുന്നുമുണ്ട് എന്നത് ഏറെ രമേശ് ചെന്നിത്തലയും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ ഇതേറെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ കേരളത്തിൽ ആകെ പ്രശ്നമാണ്, ആകെ കുഴപ്പമാണ്, ലഹരി മാഫിയകൾ പിടിമുറുക്കിയിരിക്കുകയാണ്, ലഹരി മാഫിയകളുടെ ഹബ്ബാണ് കേരളം എന്നൊക്കെ പറഞ്ഞ് അന്ന് നടന്നിട്ടുള്ള ഒരുപാട് അറസ്റ്റുകളെയും കുറെ സംഭവങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെ നിയമസഭയിൽ വാദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ കേരളത്തിൽ അത്ര രൂക്ഷമായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടോ? ഈ പറയുന്ന മരുന്ന് മാഫിയകൾ വലിയ രീതിയിൽ തന്നെ അഴിഞ്ഞാടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത് താരതമ്യേന കുറവാണെന്നാണ് കണക്കുകൾ പോലും തെളിയിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും അറസ്റ്റുകൾ ഒരുപാട് കേരളത്തിൽ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് ആ ഓരോ സർക്കാർ ഭരിക്കാൻ നേരത്ത് ആ സർക്കാരുകൾ എടുക്കുന്ന നിലപാടാണ്. അത് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും കാണാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാർ ഏത് രീതിയിലായിരുന്നു മയക്കുമരുന്ന് മാഫിയെ പൂട്ടാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിരുന്നത്? മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി ഈ മയക്കുമരുന്ന് കൈവശം വെക്കൽ, വൻതോതിലുള്ള കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് NDPS കേസുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. അത് UDF ഭരിക്കുന്ന സമയത്താണെങ്കിലും LDF ഭരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ എടുത്തു നോക്കിയാൽ കേരളം എന്നും പിന്നിൽ തന്നെയാണ്. അപ്പൊ പഞ്ചാബാണ്. ഇനി ഒന്നാം സ്ഥാനത്ത് പഞ്ചാബ് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് കേരളം ഉണ്ടോ? ഇല്ല. UP ആണ്. മൂന്നാം സ്ഥാനത്ത് കേരളമുണ്ടോ? ഇല്ല. തമിഴ്നാടാണ്. നാലാം സ്ഥാനത്ത് കേരളം ഉണ്ടോ? ഇല്ല. രാജസ്ഥാനാണ്. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ നേട്ടം കൈവരിക്കുന്നത്? അതായത് ഓരോ സർക്കാരുകൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള അവരുടെ ഓരോ രീതിയിലുള്ള എന്താ പറയാ ആ പോരാട്ടങ്ങളുടെ ഭാഗമായാണ്, അതിനുവേണ്ടി അവർ എടുത്തിട്ടുള്ള ആ ഓരോ നീക്കങ്ങളുടെയും ഓരോ ഓപ്പറേഷനുകളുടെയും ഭാഗമായാണ് നമുക്ക് കേരളത്തെ ഈ ലഹരി മാഫിയകൾക്ക് അങ്ങ് തീരെഴുതി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആദ്യ 10 ലിസ്റ്റിൽ പോലും അല്ലെങ്കിൽ സ്ഥാനത്തിൽ പോലും ഇല്ല എന്നുള്ളത് അത് ഒരു നേട്ടം തന്നെയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മൊത്തം കേസുകളുടെ രജിസ്ട്രേഷനിലും, അതായത് ലഹരി ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും അടക്കമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതിന്റെ അറസ്റ്റുകളിലും ഒക്കെ ആ എണ്ണത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന കേരളമാണ്. അതായത് അറസ്റ്റ് കൂടുതലും കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ കേരളത്തിലാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഹരി മരുന്നിനെതിരെയുള്ള ശക്തമായ പോലീസ് പരിശോധനകളും കൃത്യമായ കേസ് രജിസ്ട്രേഷനുമാണ് കേരളത്തിലെ എണ്ണം ഇത്രയധികം ഉയരാൻ കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാം സ്ഥാനം കേരളത്തിൽ എന്ന് പറയുമ്പോൾ വർഷത്തിൽ 30,000-ലധികം കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് കേട്ടോ. മൂന്നാം സ്ഥാനം ഈ പറയുന്ന പഞ്ചാബിലാണ്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളിലും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളിലും റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അത് നല്ലത് തന്നെയെന്നാണ് പറയുന്നത്. ഈ സമയത്തും അത് തന്നെ നടക്കണം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. ഈ നമ്മുടെ ഈ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയമേ കാണരുത് എന്നാണ് പറയാനുള്ളത്. ഈ പോരാളി വാസുവിനെ പോലുള്ള ആളുകളൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് സത്യത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ഔദ്യോഗിക കണക്കുകൾ, അതായത് NCRB ഡാറ്റ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷങ്ങളിലായിട്ട് ഏകദേശം 1.5 ലക്ഷത്തിലധികം, അതായത് 1,50,000-ലധികം ആളുകൾ മയക്കുമരുന്ന് കേസുകളിൽ കേരളത്തിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നുള്ളതാണ്. 2016
കേസുകളുടെ എണ്ണം 5000-ന് അടുത്തായിരുന്നുവെങ്കിൽ 2022 ശേഷം അത് പ്രതിവർഷം 20,000 മുതൽ 30,000-ന് മുകളിലേക്ക് കുതിച്ചുയരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2016 മുതൽ 2018 വരെയുള്ള കണക്കെടുത്താൽ ഈ കാലയളവിൽ ശരാശരി 5000 മുതൽ 8000 വരെയുള്ള കേസുകളാണ് പ്രതിവർഷം രജിസ്റ്റർ ചെയ്തത്. പിടിയിലായവരുടെ എണ്ണവും ഇതിന് ആനുപാതികമായിരുന്നു എന്നുള്ളതാണ്. 2019-21 സമയത്ത് കോവിഡ് ലോക്ക്ഡൌൺ സമയമായിരുന്നു. 2020-21 വർഷങ്ങളിൽ ഈ പരിശോധന കുറവായതിനാൽ കേസുകൾ 5000 മുതൽ 7000 വരെയുള്ള ഒരു പരിധിയിലായിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു മുമ്പുള്ള 2019-ൽ 9245 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. 2022-ല് അതായത് ആ വർഷം മുതൽ സംസ്ഥാന വ്യാപകമായിട്ട് യോദ്ധാവ് പോലുള്ള വിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും കടുത്ത പരിശോധനകളും ഒക്കെ ആരംഭിച്ചിരുന്നു. ഇതോടെ ഒറ്റ വർഷം കൊണ്ട് കേസുകളുടെ എണ്ണം 26,619 ഉയരുന്ന കാഴ്ച കൂടി നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. 28,000-ഓളം പേർ അറസ്റ്റിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2023-ലേക്ക് എത്തുമ്പോൾ കേസുകളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ച് 27,000 കടക്കുന്നുണ്ട്. അതായത് ആ വർഷം മാത്രം 30,000-ന് അടുത്ത ആളുകൾ അറസ്റ്റിലാകുന്നുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതനുസരിച്ച് 2023-ൽ മാത്രം മയക്കുമരുന്ന് കേസുകളുടെ ശിക്ഷാവിധി നിരക്ക് 98.34% 2024-25 സമയത്ത് ഈ 2 വർഷങ്ങളിലും പ്രതിവർഷം ശരാശരി 25,000 മുതൽ 30,000 വരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അത്രത്തോളം തന്നെ അറസ്റ്റുകൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2025-ൽ കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ പരിധിയിൽ മാത്രം 7000-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വർധനവിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സീറോ ടോളറൻസ് പോളിസിയാണ്. അതായത് മുൻകാലത്തെ അപേക്ഷിച്ച് ചെറിയ അളവിൽ കഞ്ചാവോ മറ്റ് ലഹരി വസ്തുക്കളോ, അതായത് MDMA, LSD ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കൈവശം വെച്ചാൽ പോലും കൃത്യമായ കേസ് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്ക് കേരള പോലീസ് മാറി എന്നുള്ളതായിരുന്നു. രാസലഹരികളുടെ വ്യാപനം, അതായത് കഞ്ചാവിനേക്കാൾ കൂടുതൽ കൊറിയർ വഴിയും മറ്റ് മാർഗങ്ങളിലൂടെയും എത്തുന്ന MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ പിടിച്ചെടുക്കുന്ന കേസുകൾ 2021-ന് ശേഷം വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് വ്യക്തമായി മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. ആന്റി നർക്കോട്ടിക് സ്ക്വാഡുകൾ, അതായത് എല്ലാ ജില്ലകളിലും ടാങ്ക്സ് ഓഫ് പോലുള്ള, അതായത് ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പോലുള്ള പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് റെയ്ഡുകൾ ശക്തമാക്കിയതാണ് അറസ്റ്റുകൾ ഇത്രയധികം ഉയരാൻ കാരണമായത് എന്നുള്ളതാണ്. കേരളത്തിലെ ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിനായി LDF സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബഹുമുഖമായിട്ടുള്ള പോരാട്ടങ്ങളും ശക്തമായ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. കേവലം പോലീസ് നടപടിയിൽ ഒതുങ്ങാതെ ജനപങ്കാളിത്തത്തോടെയുള്ള ബോധവൽക്കരണം, കർശനമായ നിയമ നടപടികൾ, വിപുലമായ അഡിക്ഷൻ സംവിധാനങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചാണ് ആ സർക്കാർ ഈ പോരാട്ടമൊക്കെ നടത്തിയിരുന്നത്. വിമുക്തി മിഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംസ്ഥാന ലഹരി വർജന മിഷനാണിത്. സ്കൂളുകൾ, കോളേജുകൾ, വായനശാലകൾ, കുടുംബശ്രീ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ നിരന്തരമായ ബോധവൽക്കരണം ഈ പദ്ധതിയിലൂടെ നടത്തിയിരുന്നു. സ്കൂൾ, കോളേജ് തലത്തിൽ വിമുക്തി ക്ലബ്ബുകൾ വളരെ സജീവമായിരുന്നു. നോ ടു ഡ്രഗ്സ് നമ്മൾ കേട്ടൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരുന്ന വിപുലമായ ജനകീയ ക്യാമ്പയിൻ ആയിരുന്നു. ഇതിന്റെ 2ാം ഘട്ടത്തിൽ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തെ മുൻനിർത്തി ലഹരിക്കെതിരെ 2 കോടി ഗോളുകൾ എന്ന പേരിൽ സ്കൂളുകളും പൊതുസ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് വൻ ജനപങ്കാളിത്തത്തോടെ സ്കോറിംഗ് ഇവന്റുകൾ നടത്തിയതൊന്നും ആരും മറന്നു കാണില്ല. ഈ ഡാൻസ് ഓഫ് ഒക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതായത് മയക്കുമരുന്ന് മാഫിയകളുടെ അന്തർ സംസ്ഥാന ശൃംഖലകളും ചില്ലറ വിൽപ്പനക്കാരെയും ഒക്കെ കണ്ടെത്താൻ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്തായാലും രൂപീകരിച്ചതൊക്കെ വലിയ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് യോദ്ധാവ്, അതുപോലെ തന്നെ നിരവധി ഈ പറയുന്ന പിണറായി വിജയന്റെ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഒത്തിരി മെച്ചം ചെയ്തു എന്നുള്ളതാണ്. കാപ്പ ചുമത്തൽ, ആവർത്തിച്ച് മയക്കുമരുന്ന് കേസിൽ പെടുന്ന സ്ഥിരം കുറ്റവാളികളെ കരുതൽ തടങ്കിലാക്കാനും നാട് കടത്താനും കാപ്പ നിയമം ശക്തമായി പ്രയോഗിച്ചു തുടങ്ങിയ കാഴ്ച നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് കണ്ടു. ഒപ്പം ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു നമ്മൾ കണ്ടു. സ്കൂൾ, കോളേജൊക്കെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം, കുട്ടികളെ ലഹരി മാഫിയകളുടെ വലയിൽ വിടാതെ സംരക്ഷിക്കാൻ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ജാഗ്രത ഉറപ്പാക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ LDF സർക്കാരിന്റെ കാലത്തും കണ്ടത്. മേൽനോട്ട സമിതികൾ എല്ലാ വിദ്യാലയങ്ങളിലും, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പോലീസ് എന്നിവരടങ്ങുന്ന ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കടകളുടെ പരിശോധന, സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് പരിശോധന നടത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ അങ്ങനെ നടത്തുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ LDF സർക്കാരിന്റെ സമയത്തും കണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തിലും നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് നടത്തണം എന്നുള്ളതാണ്. ഓരോ സർക്കാരുകൾ വരുമ്പോഴും ഇത്തരത്തിൽ ലഹരി മാഫിയകൾ കൂട്ടാൻ വേണ്ടി വിപുലമായിട്ടുള്ള ഇത്തരം പദ്ധതികളുമായി രംഗത്തേക്ക് വരണം. എന്തായാലും രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം വളരെ മികച്ചത് തന്നെയാണ്. എന്തായാലും VD സതീശൻ ചെയ്തതുപോലെ പിണറായി വിജയൻ ചെയ്യാനൊരു സാധ്യതയുമില്ല. ഇവിടെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളാണ്. ഇവിടെ ലഹരി മാഫിയകൾ അഴിഞ്ഞാടുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ അറസ്റ്റുകൾ നടക്കുന്നതെന്ന് പറഞ്ഞൊന്നും ഒരിക്കലും എന്തായാലും പിണറായി വിജയൻ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് ഇതവിടെ അവതരിപ്പിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടാകില്ല. മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ സംബന്ധിച്ച് സതീശനെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം ഈ സതീശനാണല്ലോ പറഞ്ഞു ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ്, ഇവിടെ എന്തോ ലഹരി മാഫിയയുടെ ഹബ്ബാണെന്നൊക്കെ പറഞ്ഞത്.
ഇപ്പൊ ഇവര് ഭരിക്കുമ്പോഴും സ്വാഭാവികമായും ഇത്ര അറസ്റ്റുകൾ നടക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടെ എന്നൊരു ചോദ്യം വേണമെങ്കിൽ പിണറായി വിജയന് ചോദിക്കാം. എന്തായാലും ലഹരി മാഫിയകൾ പൂട്ടപ്പെടേണ്ടതുണ്ട്, ലഹരി മാഫിയകളെ പൂട്ടേണ്ടതുണ്ട്. അത് നമുക്ക് ഒറ്റക്കെട്ടായി എന്തായാലും ഈ പോരാട്ടം നയിക്കാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.